ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലേഡീസിൻ്റെ യൂണിഫോം ഷർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പാറ്റേൺ പേപ്പറിൽ നിന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടിന് അളവെടുക്കുമ്പോൾ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ബോട്ടം ആ ഒരു പോർഷൻ മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലൈനിൽ നിന്ന് മുകളിലോട്ട് 28 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ഷർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 26.5 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വന്നിട്ട് അതിലോട്ട് 1.5 ഇഞ്ച് പ്ലസ് ചെയ്തിട്ടാണ് 28 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടണും ഹോളും തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തമായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പാണ് കൊടുക്കാനുള്ളത്. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.25 ഇഞ്ചിൽ ഇവിടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ഈ ഒരു ലൈനിൽ അങ്ങേ അറ്റത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് 9 ഇഞ്ചാണ് ഷോൾഡർ. ആ ഒരു ഷോൾഡർ 9 ഇഞ്ച് ഇവിടെ ടാപ്പ് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ ഈ ഒരു ലൈനിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ആ ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈന് ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്ന് താഴോട്ട് ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോള് നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ടായിരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോള് നമ്മൾ എടുക്കുന്നത് ഒരു 8.5 ഇഞ്ചിലാണ് ആം ഹോൾ എടുക്കുന്നത്. ആ ഒരു 8.5 ഇഞ്ച് ആം ഹോള് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് കുത്തനെ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് അല്ലെങ്കിൽ ബസ്റ്റിന്റെ അളവാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിവിടെ ബസ്റ്റിന്റെ അളവാണ് എടുത്തിട്ടുള്ളത്. 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി 2 ഇഞ്ച് സീം അലവൻസും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ലൈൻ വരച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. 16 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ടാപ്പ് പിടിച്ചിട്ട് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. 10.4 വേസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 2 ഇഞ്ച് സീം അലവൻസും കൂടെ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് അടയാളപ്പെടുത്താം. ഹിപ്പ് വന്നിട്ട് 11.5 ഇഞ്ചാണ് ഹിപ്പ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് സീം അലവൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹിപ്പ് അടയാളപ്പെടുത്തിയ ഒരു ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് നമ്മൾ ഈ ബോട്ടം മടക്കി തയ്ക്കുന്ന ആ ഒരു ഭാഗത്തോട്ടുണ്ടല്ലോ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ആ 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോഡി നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പും ആം ഹോളും അതുപോലെ തന്നെ നെക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ബട്ടൺ വരുന്ന 2 പോർഷനിലും നമ്മളൊന്ന് നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്ത് ബാക്ക് പോർഷനെ ഒപ്പം വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് 3/4 ഇഞ്ചും അതേപോലെ തന്നെ ഇവിടെയും നമ്മളൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ 2 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗമാണ് നമ്മൾ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഇറക്കി വെച്ചെടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് 1.5 ഇഞ്ച് ഇറക്കി നമ്മൾ മാർക്ക് ചെയ്തുന്നുണ്ട്. ആ മാർക്കിലൂടെ ഒരു ലൈനും വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിൽ തന്നെ നമ്മളിപ്പോൾ ഈ വരച്ച ഈ ഒരു ലൈനിൽ ഷോൾഡർ അടയാളപ്പെടുത്തി ആ ഒരു ഷോൾഡറിൽ നിന്ന് നമുക്ക് എത്രയാണോ ഷോൾഡർ കിട്ടിയിട്ടുള്ളത് ആ ഒരു ഷോൾഡറിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈനിൽ നിന്ന് മുകളിലോട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, ആ അടയാളപ്പെടുത്തിയെടുത്ത് ഒന്നും കൂടെ ഒരു 1/4 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലോട്ട് നമ്മളൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയും കൂടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് ആക്കിയതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈന് മുകളിലത്തെ ലൈനിൽ നിന്ന് താഴോട്ട് 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിന്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. 2 പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2.25. അപ്പോൾ നമ്മൾ ബാക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 2.5 ഇഞ്ചിലാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി അതൊരു ഷേപ്പ് വരച്ചു കൊടുത്ത് ഷോൾഡറും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ പോർഷനും ട്രേസ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം.
ഫ്രണ്ടും ബാക്കും ഷോൾഡർ ഒരുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് പോർഷനിൽ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് എടുക്കുക. 14 ഇഞ്ച് ബസ്റ്റ് സൈസ് വരുന്ന ഒരാളുടെ മെഷർമെന്റിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ചെസ്റ്റിന് പകരം ബസ്റ്റിന്റെ അളവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് ലെങ്ത് എടുക്കുന്നത് 22 ഇഞ്ചാണ്. സ്ലീവിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് 23 അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് 22 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ആം ഹോളിലേക്കുള്ള അകലം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. ചെസ്റ്റ് ബൈ 8 -1 എന്നുള്ള രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 38.5 ഇഞ്ചാണ്. അതിൽ നിന്നിട്ട് 8 ബൈ ചെയ്ത് ആ കിട്ടുന്ന അളവിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് നമ്മൾ അവിടെ ആം ഹോളിന്റെ അകലം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 38/8 എന്ന് പറയുമ്പോൾ നമുക്ക് 4 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 പോയിന്റ് സംതിങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു 3 ഇഞ്ചാണ് നമ്മളിവിടെ അകലം മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈന് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിലോട്ട് മുകളിലത്തെ ലൈനിൽ നിന്നും താഴത്തെ ലൈനിലോട്ട് ടാപ്പ് നമ്മൾ ചെരിച്ച് പിടിച്ചിട്ടാണ് നമ്മുടെ ആം ഹോള് മെഷർ ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ലൈനിന്റെ പകുതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ആം ഹോള് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി സ്ലീവ് റൗണ്ട് 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ നിന്ന് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ പാറ്റേൺ പേപ്പറിലാണ് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ക്ലോത്തിലോട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ സെയിം അളവിൽ തന്നെ നിങ്ങൾ ക്ലോത്തിൽ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 എന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഷർട്ടിന്റെ സ്ലീവിന്റെ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു പടി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചിൽ വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിഡ്ത്തിൽ നിന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സ്ലീവിന്റെ റൗണ്ട് 7.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്ലീവ് റൗണ്ട് എങ്ങനെയാണോ നമുക്ക് അളവ് കിട്ടിയിട്ടുള്ളത് ആ ഒരു അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലീവിന്റെ ഈ ഒരു എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷർട്ടിന്റെ കട്ടിങ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് കട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും പറഞ്ഞു തരും. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോയും പാർട്ട് 2 എന്ന് പറയുന്ന വീഡിയോയിലായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ, കോളർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ പാർട്ട് 2 കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.